ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചില സാധനങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അമ്മ ഇന്നിനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന ചില ഐറ്റംസ് ഉണ്ട്. ഒന്നാമത്തേതായിട്ട് ഇതേ നോക്കിക്കേ, നല്ല ഒന്നാം തരം ചീമപ്പുള്ളി ഉപ്പിലിട്ടതാണ്. അച്ചാർ സൂപ്പറാണ്. അത് തന്നെ ഇത് ഉണങ്ങിയതാണ്, വറ്റൽ പോലെ നല്ല ഉണങ്ങി. ഇത് അച്ചാറിടാൻ ഒന്നും കൂടി ടേസ്റ്റാണ്, വേറൊരു ടേസ്റ്റാണ്. നല്ല കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. നല്ല വെണ്ണം ഉണങ്ങിയതാണ്, കണ്ടോ, നല്ല വറ്റൽ പോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കാണെങ്കിലും ഇത് ചെറുതായിട്ട് കീറി വെയിലത്ത് വെച്ച് 3-4 ദിവസം ഉണങ്ങിയാൽ ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ഒരു ഐറ്റം ഉണ്ട്, അതാണ് മത്തയില. മത്തയിലയും ചീരയിലയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഞാൻ പിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ ഇവിടെ ഉണ്ടായ പൊന്നാങ്കണ്ണി ചീരയാണ്. കണ്ടില്ലേ, നമ്മുടെ മുറ്റത്തൊക്കെ പണ്ട് നമ്മൾ നട്ടു വളർത്തുമായിരുന്ന കുറ്റിച്ചെടി പോലെയുള്ള ഇലയുള്ള പൊന്നാങ്കണ്ണി ചീര. ഇത് വളരെയധികം പോഷക ഗുണമുള്ളതാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നിഷ്പ്രയാസം നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ഐറ്റമാണിത്. അതെല്ലാം കൂടെ ഞാൻ പിച്ച് വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നല്ലേ ഇന്നത്തെ തോരൻ. അടുത്തായിട്ട് നോക്കിക്കേ, ഇതാണ് നമ്മുടെ ചീനി വറ്റൽ. നമ്മൾ ചീനി ഉപ്പേരി എന്നൊക്കെ പറയും. കപ്പ ഉണങ്ങിയതാണ്. നന്നായിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തിലിട്ട് വറുത്തെടുക്കാം. ഇന്ന് നമ്മൾ പുതിയതായിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മത്തയില ചീരത്തോരനാണ്. പൊന്നാങ്കണ്ണി ഉണ്ട്. ഇതുപോലൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കണ്ടോ, അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ചുമന്ന് കാണുന്നത് ചീരയിലയാണ് കേട്ടോ, ചുമന്ന ചീരയാണ്. പിന്നെ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ ചിരകിയത്, പിന്നെ കണ്ടില്ല ഇത്രയും തേങ്ങ വേണം, പിന്നെ കൊച്ചുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി കളറിന് മഞ്ഞൾപ്പൊടി ഇടണം, പിന്നെ ഇച്ചിരി മുളക് പൊടി ഇടണം. എന്നിട്ട് ചീനിച്ചട്ടി അടുപ്പേ വെച്ച് കടുക് വറക്കുക. എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷമാണ് കടുക് വറക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറേശ്ശെ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? അടുത്ത പടി എന്ന് പറയുന്നത് ഒരു ഐറ്റം ചേർക്കണം. അതാണ് നമ്മുടെ അരിയിട്ട് കടുക് വറുത്താൽ സൂപ്പർ ടേസ്റ്റാണ് തോരന്. എല്ലാ തോരനും നമുക്ക് അരി നമുക്ക് ചേർത്ത് കടുക് വറക്കാം. പിന്നെ ഇതേ നോക്കിക്കേ, മുളകുണ്ട്, ഉണക്കമുളക്, അതിടുക. എല്ലാം ഒന്ന് നല്ല ഒരു മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ശരിയാക്കി വെച്ചിരിക്കുന്ന ഇലയില്ലേ, അരിഞ്ഞ ഇല, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്, ഇല ചേർത്തിട്ടുണ്ട്. ഇലക്കറികൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. നമ്മൾ യൂസ് ചെയ്യണത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഇലക്കറി അല്ലെങ്കിൽ ഇലത്തോരൻ നമ്മൾ യൂസ് ചെയ്യണം. അതായത് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെക്കരുത്. ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ. ഉപ്പ് ചേർത്തതിന് ശേഷം പെതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇല വാടി വരുന്തോറും അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇത് ഒരുപാടുണ്ട്, ഇതെങ്ങനെ തീർക്കുമെന്നൊക്കെ. പക്ഷെ വെറുതെയാണ് കേട്ടോ. ആവി കയറി കഴിയുമ്പോഴത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാം പതുങ്ങും. എന്നിട്ട് നമ്മൾ അതിലേക്ക് കണ്ടില്ലേ, അരപ്പ് തട്ടിയിടാൻ ഇച്ചിരി പാടാണ് കേട്ടോ. നമ്മൾ വെള്ളമില്ലാതെ അരച്ച് വെക്കുന്നതല്ലേ, അത് ആ ചതച്ച അരപ്പ് നമ്മൾ ഇതിനകത്തേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് നമ്മൾ ഇളക്കണം. എപ്പോഴൊന്നും നമ്മൾ അടയ്ക്കരുത് കേട്ടോ. കാരണം നമ്മളെ കറിയ ഇലയിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് അവിഞ്ഞു പോവും, കുഴഞ്ഞു പോവും തോരന്. അപ്പോൾ അതൊരു ടേസ്റ്റ് വ്യത്യാസം വരും. എല്ലാം നമുക്ക് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതേ നോക്കിക്കേ, ഇപ്പോഴും നമ്മൾ അടച്ചു വെച്ചിട്ടില്ല. അരപ്പ് എല്ലായിടത്തും നല്ലതായിട്ടൊന്ന് ചേർത്ത് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. ഇതേ കണ്ടോ, അത് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഒന്ന് അടച്ചു വെച്ചാൽ മതി. 4 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറന്നു ഇതേപോലെ ഒന്ന് ചിക്കി എടുക്കുക. വെന്തില്ലെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വീണ്ടും 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്കൊന്ന് ചിക്കി എടുക്കാവുന്നതാണ്. ചിക്കി തോത്തി ഒന്ന് നിരത്തി ഒരു 2-3 മിനിറ്റും കൂടി അടുപ്പയിൽ അങ്ങനെ വെച്ച് കാടിയിൽ പിടിക്കരുത്. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തയില ചീരത്തോര മിക്സഡ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റാണ്. വെറും ചോറിനകത്ത് ഇട്ട് നമുക്ക് ഇളക്കി കഴിക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുന്നത് കേട്ടോ.